കേരള സ്റ്റോറി കാണിക്കരുതെന്ന് വാദിച്ചവർ സോനയുടെ കേസ് വന്നപ്പോൾ നിശബ്ദരായതെങ്ങനെയാണ്? സോന എൽദോസിന്റെ ആത്മഹത്യയുടെ പിന്നിലെ നിഗൂഢതകളെക്കുറിച്ച്, അതിന്റെ പിന്നാമ്പുറങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ഈ കൊച്ചിന് സ്വതന്ത്രമായിട്ട് നടക്കാനോ സ്വന്തം ആങ്ങളയുടെ കൂടെ പോകാനോ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനോ ഒന്നും അവകാശമില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതൊക്കെയാണ് ഈ കേരളത്തിൽ നടക്കുന്നത്. കുറച്ചു നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ലവ് ജിഹാദ് ചർച്ചയാവുകയാണ്. കഴിഞ്ഞ ദിവസം എറണാകുളം കോതമംഗലം സ്വദേശിനി 23-കാരിയായ സോന എൽദോസിന്റെ ആത്മഹത്യ വീണ്ടും ലവ് ജിഹാദ് വിഷയങ്ങൾ ചൂടുപിടിപ്പിക്കാൻ കാരണമായി. മതത്തിന്റെ പേരിൽ പ്രണയം കെണിയാക്കുന്ന നിരവധി സംഭവങ്ങൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ ഇതിനെതിരെ കണ്ണ് അടയ്ക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ പെൺകുട്ടികൾ ചില പ്രണയക്കെണികളിൽ അകപ്പെട്ടു പോകുന്നത്? പ്രണയക്കെണികളുടെ സാക്ഷ്യങ്ങൾ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുമ്പോഴും കണ്ണടച്ചു നിൽക്കുന്ന ഒരു പറ്റം രാഷ്ട്രീയ നേതാക്കന്മാർ. ആരാണ് ഈ ലവ് ജിഹാദിന് ഒത്താശ നൽകുന്നത്? നമ്മുടെ പെൺകുട്ടികൾ വലയിൽ ചെന്ന് വീഴുന്നുണ്ടോ? ഈ വിഷയത്തിൽ നമ്മോടൊപ്പം പ്രതികരിക്കുവാൻ എത്തിയിരിക്കുന്നത് ഇന്നിന്റെ പ്രവാചക ശബ്ദമായ തറേക്കടവിലച്ചനാണ്. അച്ഛനെ എല്ലാ ഷെക്കീന പ്രേക്ഷകരുടെ പേരിലും ഈ പ്രോഗ്രാമിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. തുറന്നു പറഞ്ഞ തറേക്കടവിലച്ചൻ. അച്ഛാ, കഴിഞ്ഞ ദിവസം എറണാകുളം കോതമംഗലം സ്വദേശിനി സോന എൽദോസിന്റെ ആത്മഹത്യാക്കുറിപ്പ് കേരള സമൂഹം ഏറ്റവും കൂടുതൽ വലിയ വിറയലോട് കൂടിയിട്ടാണ് കാണാനിടയായത്. യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നിലെ കാരണങ്ങളൊന്ന് വ്യക്തമാക്കാമോ? ഷെക്കീന പ്രേക്ഷകർക്ക് നമസ്കാരം. കഴിഞ്ഞ 9-ാം തീയതി, അതായത് 2025 ഓഗസ്റ്റ് 9-ാം തീയതിയാണ് ഈ ആത്മഹത്യ നടക്കുന്നത്. സോന എൽദോസിൻ്റെത് 23-കാരിയാണ്, ആലുവക്കാരിയാണ്. പക്ഷേ കോതമംഗലത്ത് TTC വിദ്യാർത്ഥിനിയാണ്. SSLCക്കും +2നും എല്ലാം ഫുൾ A+ഓടുകൂടി പാസ്സായി നന്നായിട്ട് പഠിക്കുന്ന ഒരു കൊച്ചായിട്ടാണ് മനസ്സിലാകുന്നത്. ഗവൺമെൻറ് സെലക്ഷനിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഒരു നാട്ടിലെ കഴിവുള്ള ഒരു കൊച്ചായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഈ കൊച്ചിനെ ആലുവ UC കോളേജിൽ പഠനത്തോടുകൂടി തോപ്പിൽ പറമ്പിൽ റമീസ് എന്ന് പറഞ്ഞ 24-കാരനായിട്ടുള്ളൊരു പയ്യൻ, നമുക്ക് ജിഹാദി എന്ന് വിളിക്കാം, പരിചയപ്പെടുന്നു, പ്രണയത്തിലാകുന്നു. അപ്പോൾ പ്രണയത്തിലായി കഴിഞ്ഞപ്പോൾ ഇവരുടെ വീട്ടിൽ അല്പം അസ്വസ്ഥതകളുണ്ടെന്ന് വിചാരിക്കണം. അങ്ങനെ ഇരിക്കുകയിൽ അപ്പൻ മരിക്കുന്നു. അപ്പൻ വെള്ളത്തിൽ മുങ്ങി മരിച്ചതാണ്. അതിൻ്റെ ദുഃഖത്തിൻ്റെ സമയവും അതിൻ്റെ വിഷമതകളും സങ്കടങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു കാലഘട്ടത്തിലായിരിക്കണം ഈ കൊച്ച്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ 3 മാസം മുമ്പ് നടന്ന മരണമാണ്. ഈ അവസരത്തിൽ ചിലപ്പോൾ ഇവൻ സഹായിച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ അതേ സമയത്ത് ഇവന് വീട്ടിൽ ചെന്നിട്ട് ഇവളെ കല്യാണം കഴിച്ച് കൊടുക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഈ വീട്ടുകാർക്ക് സംബന്ധിച്ചിടത്തോളം മതം മാറാനായിട്ട് കുഴപ്പമില്ല. മതം മാറണം കല്യാണം കഴിക്കണമെങ്കിൽ, പക്ഷേ മതം മാറാനായിട്ട് കുഴപ്പമില്ല. പക്ഷേ അവരൊരു കണ്ടീഷൻ വെച്ചു. അതായത് ഈ അപ്പൻ മരിച്ചതിൻ്റെ വാർഷികം കഴിഞ്ഞിട്ട് മാത്രമേ വിവാഹം ചെയ്യാൻ സാധ്യമാകൂ എന്ന് പറയുന്നു. അപ്പോൾ ഇത് അവർക്ക് സ്വീകാര്യമല്ല. ഈ റമീസ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ താൽക്കാലിക, അതായത് പുറത്ത് ജോലി ചെയ്യുന്നൊരു ജീവനക്കാരനാണ്. അപ്പോൾ ഇവർ പറഞ്ഞ ഈ കണ്ടീഷൻ അവർക്ക് സ്വീകാര്യമാവാതെ ഇവൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അപ്പോൾ ഇവളെ ഒത്തിരി ഹരാസ് ചെയ്യുന്നുണ്ട്, പീഡിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ പേരിൽ, ഈ മരണത്തിൻ്റെ പേരിൽ നിന്നാണ് മനസ്സിലായത് മറ്റുള്ളവരുടെ മൊഴികളിൽ നിന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പയ്യനെ, ഈ റമീസിനെ ഹോട്ടലിൽ വെച്ച് അനാശാസ്യത്തിന് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന 1 മാസം മുമ്പ്. അപ്പോൾ ഈ കൊച്ച് എന്നിട്ടും ഇവനെ സ്വീകരിച്ചു. അതായത് നമുക്കറിയാം, പ്രേമത്തിൻ്റെ കണിയിൽ വീണ പിന്നെ ബുദ്ധിമുട്ടാണ്. ആ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും കൂടോത്രോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൂടുതലും ബുദ്ധിമുട്ടായി മാറുകയുള്ളൂ. ഈ പോലീസ് അറസ്റ്റ് കേസുണ്ടായപ്പോഴും ഇവൾ അവനെ ഉപേക്ഷിച്ചില്ല. പക്ഷേ അവളൊരു കണ്ടീഷൻ വെച്ചു. എന്താണ്? രജിസ്റ്റർ വിവാഹം നടത്തണം. അപ്പോൾ അതിനു മുമ്പ് മതം മാറണമെന്നാണ് അവൻ്റെ ആവശ്യം. പക്ഷേ ഇവൾ നിർബന്ധം പറഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിക്കുന്നു ഇവളുടെ ഒരു സുഹൃത്ത്, ഇവരുടെ രണ്ടുപേരുടെയും ഒരു സുഹൃത്തും ഭർത്താവും കൂടി ഇവർ രജിസ്റ്റർ വിവാഹം അടിമാലി രജിസ്റ്റർ ഓഫീസിൽ അറേഞ്ച് ചെയ്യുന്നു. ഇവർ അവിടെ എത്തുന്നു. അവിടെ എത്തിയ അവസരത്തിൽ ഈ പൊതു സുഹൃത്തായിട്ടുള്ള ഈ വ്യക്തികളുടെ മൊബൈൽ മേടിച്ചിട്ട്, തൻ്റെ ഫോണിൽ റേഞ്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൊബൈൽ മേടിച്ചിട്ട് ഇവൻ സ്വന്തം വീട്ടിലേക്ക് ആണെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നു. ദീർഘനേരം സംസാരിക്കുന്നു.
അതിനുശേഷം രജിസ്റ്റർ മാരേജ് അവിടെയല്ല ആലുവയിൽ വെച്ചാണ് നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊച്ചിനെയും കൂട്ടിക്കൊണ്ട് അവൻ ഇങ്ങോട്ട് പോരുന്നു. പക്ഷേ വരുന്നത് രജിസ്റ്റർ ഓഫീസിലോട്ടല്ല, അവൻ അവൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഈ കൊച്ചിനെ കൊണ്ട് അവിടെ ചെന്നിട്ട് അവിടുത്തെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും, അതായത് റമീസിൻ്റെ സുഹൃത്തുക്കളും ചേർന്ന് ഈ കൊച്ചിനെ മതം മാറ്റത്തിന് നിർബന്ധിക്കുകയാണ്. മതം മാറാൻ നിർബന്ധിക്കുന്നത് കൂടെ ഈ കൊച്ചിനെ ശാരീരികമായിട്ടും മാനസികമായിട്ടും പീഡിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പീഡിപ്പിച്ചിട്ട കൊച്ചിനെ അവിടെ ഒരു മുറിയിൽ പൂട്ടിയിടുന്നു. പൊന്നാനിയിൽ പോയിട്ട് മതം മാറാൻ തയ്യാറായാൽ മാത്രമേ അവിടെ തുറന്നു വിടുകയുള്ളൂ എന്ന് പറയുന്നു. ഇങ്ങനെ കഠിനമായ പീഡകൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ കൊച്ച് ഒരു അവസരത്തിൽ കൂട്ടുകാരെ ഫോണിൽ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ ഇത് കാര്യങ്ങളൊക്കെ പുറത്താകുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഈ കൊച്ചിനെ തുറന്നു വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൊച്ച് മുറിവുകളോടുകൂടി വീട്ടിൽ വരുന്നു. സ്നേഹം ഒരു ബന്ധനമാണെന്ന് നമ്മുടെ കുട്ടികളൊക്കെ അറിയേണ്ടതാണ്. അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. റമീസിനെ ഈ വീട്ടിൽ വന്നതിന് ശേഷവും ഇവൾ ഫോൺ വിളിക്കുന്നു. കാരണം ഇതൊരു ബന്ധനമാണ്, പ്രേമം. ഫോൺ വിളിച്ചിട്ട് ഇവിടെ വന്ന് നമുക്ക് ഇവിടെ സമാധാനമായിട്ട് താമസിക്കാമെന്ന് അവൾ പറയുന്നു. പക്ഷേ ഈ പറയുന്നതിനിടയ്ക്ക് അമ്മയോട് ഇവൾ സംസാരിക്കുമ്പോൾ ഞാൻ ജീവിച്ചിരുന്നാൽ അവൻ ഇനിയും എന്നെ വേണം എന്ന് തോന്നും എന്ന് ഡയലോഗ് പറയുന്നുണ്ട്. അതിനകത്ത് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാം. പല പ്രാവശ്യം ഈ കൊച്ചിനെ ഇവൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവന് വേണമെന്ന് തോന്നിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവസാനം ഈ കൊച്ചു വീട്ടിൽ ആത്മഹത്യ ചെയ്യുകയുണ്ടായത്. മരണശേഷം പോലീസ് നൽകുന്ന മൊഴിയിൽ നിന്ന് നമുക്ക് മീഡിയയിൽ നിന്ന് മനസ്സിലായത് എങ്ങനെയാണ്, മൊബൈലിനകത്ത് ഞാൻ മരിക്കുമെന്ന് ഈ കൊച്ചു പറയുമ്പോൾ നീ മരിക്കടി എന്ന് ഇവൻ ആവർത്തിച്ച് പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ കുട്ടിയെ കൊടുക്കുക, മതം മാറ്റുക എന്ന ലക്ഷ്യമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഇതിനല്ലേ ലവ് ജിഹാദ് എന്ന പേരിട്ട് വിളിക്കേണ്ടത്? മതം മാറ്റാൻ വേണ്ടി തന്നെ ഒരാളെ പ്രണയിക്കുക, അതൊരു ജിഹാദാക്കി മാറ്റിയെടുക്കുക. അപ്പോൾ അതിനോട് എങ്ങനെയാണ് അച്ഛൻ്റെ പ്രതികരണം? അതാണ് ഇവിടുത്തെ ചോദ്യം. ഈ കേസ്, ഈ ആത്മഹത്യ നടന്നു, ഇത്രയും സാക്ഷ്യങ്ങൾ പുറത്തു വന്നു, അതുപോലെ തന്നെ ഈ കൊച്ചിൻ്റെ ആത്മഹത്യ കുറിപ്പ് പുറത്തു വന്നു. ഇപ്പോഴും ഈ പോലീസ് എങ്ങനെയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നാണ് പ്രശ്നം. പോലീസ് ലവ് ജിഹാദ് എന്നാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? അതിന് സാധ്യതയില്ല. കാരണം ലവ് ജിഹാദ് പറഞ്ഞൊരു നിർവചനം നമ്മുടെ നിയമവ്യവസ്ഥയിലില്ല. അപ്പോൾ ഈ കേസും കഴിഞ്ഞ് പോകുമ്പോഴും കുറച്ച് കഴിയുമ്പം ലവ് ജിഹാദിന് തെളിവുണ്ടാകുമോ? ഇല്ല. ഇത്രയും കാര്യം നടന്നാലും ലവ് ജിഹാദിന് തെളിവില്ല. കാരണം അങ്ങനെ കേസ് രജിസ്റ്റർ ഉണ്ടാകുകയില്ല. അതുകൊണ്ട് ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുന്ന ആളുകൾ അവരെ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. അതിന് കാര്യം ഞാൻ പറയാം. 2 ദിവസം മുമ്പ് അല്ലെങ്കിൽ 4 ദിവസം മുമ്പ് ഒരു സുഹൃത്ത് എനിക്ക് ഇതൊന്ന് വായിച്ച് നോക്കാൻ പറഞ്ഞ് പോസ്റ്റ് അയക്കുകയുണ്ടായി. ആ പോസ്റ്റ് ഞാൻ വളരെ ശാസ്ത്രീയമായിട്ട് എങ്ങനെയാണ് ക്രിസ്ത്യാനികൾ ഇവിടെയുള്ള പാർട്ടികളിൽ നിന്ന് അകന്നു മാറുന്നത് എന്ന് വിശദീകരിക്കുകയാണ്. പാർട്ടിയൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ വിശദീകരിക്കുമ്പോൾ താൻ എന്തോ വലിയ നിഷ്പക്ഷനായിട്ട് ചിന്തിക്കുന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നതെങ്കിലും താഴേക്ക് വായിച്ചു ചെല്ലുമ്പോൾ അത് ഒരു പാർട്ടി അടിമയുടെ ഒരു കുറിപ്പാണെന്ന് മനസ്സിലാക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടില്ല. അതിനകത്ത് പറഞ്ഞ 2 വാക്കുകളാണ് എനിക്ക് ഏറ്റവും അതിനകത്ത് നോട്ടബിളായിട്ട് തോന്നിയത്. ഒന്ന്, ലവ് ജിഹാദ് എന്നൊരു വസ്തുതയില്ല എന്നും ലവ് ജിഹാദ് ഉണ്ടെന്ന് ആളുകൾ ഉണ്ടാക്കിയെടുത്ത ഒരു കാര്യമാണെന്നുമാണ് അയാൾ പറയുന്നത്. വളരെ ശാസ്ത്രീയമായിട്ട് പറയുന്ന വിധത്തിലാണ് പറയുന്നത്. രണ്ടാമത്തത്, ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ നടക്കുന്നുണ്ട്. അത് ആളുകളിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണെന്നാണ് ഇയാൾ പറയുന്നത്. ഈ 2 വാക്കുകളും, അതായത് ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുന്നത് ആരായാലും കേട്ടോ, ആരായാലും, അതുപോലെ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ആരായാലും ഈ നാട്ടിലെ ജനങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. ഇവർ അപകടകാരികളാണ്. ഇനി ഇതിന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു തെളിവ് ഒന്നര ആഴ്ച മുമ്പ് ജാമിദ ടീച്ചറിൻ്റെ ലൈവിൽ ഒരു വീഡിയോ വരികയുണ്ടായി. അതായത് ഓഡിയോയാണ്. ഒരു കൊച്ച് ലവ് ജിഹാദിൽ പെട്ടതിന് ശേഷം അതിൻ്റെ അനുഭവം വിവരിക്കുന്നതാണ്. കൊല്ലപ്പെടും മുമ്പ് എനിക്ക് ചിലത് പറയാനുണ്ട് എന്നാണ് ലക്ഷക്കണക്കിന് 6 ലക്ഷത്തിലധികം ആളുകൾ കണ്ടതായിട്ടാണ് ഞാൻ കണ്ടൊരു വീഡിയോ ആണ്. ഇവിടെ ഇരിക്കുന്ന ഇത് ശ്രവിക്കുന്ന ആളുകളെല്ലാം അത് കണ്ടിട്ടില്ലെങ്കിൽ കാണണമെന്ന് ഞാനത് റെക്കമെൻഡ് ചെയ്യുകയാണ്. ഒരു കുട്ടി പ്രണയത്തിൽ പെടുന്നു. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ 8ലും 9ലും ഒക്കെ പഠിക്കുന്ന കാലത്ത് ഈ സ്ഥിരം സ്കൂളിൽ പോകാതിരുന്ന ഒരു കൊച്ചായതുകൊണ്ട് 10ാം ക്ലാസ്സിൽ ചെന്നപ്പോൾ അവിടെയുള്ള ഒരു ആൺ പയ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഇവൾക്ക് വലിയ ധാരണയില്ല. അപ്പോൾ ഇവൾ അവിടെ ചെന്നപ്പോൾ ഇവന് ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു സന്ദേശം അയക്കുന്നു. അത് കഴിഞ്ഞിട്ട് അത് നിന്നുപോയി.
10ാം ക്ലാസ് നിന്ന് പോയി കഴിഞ്ഞപ്പോൾ +1 അവസാനമായപ്പോഴത്തേക്കും ഇവൻ വീണ്ടും സന്ദേശം, അതായത് ഒരു സന്ദേശം ഒരു ചൂണ്ടയിട്ട് അവിടെ ഇടുകയാണ്. അതിനുശേഷം +1 അവസാനമായപ്പോൾ വീണ്ടും സന്ദേശം, നിനക്ക് സുഖമാണോ, നിന്നെ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സന്ദേശം. അപ്പോൾ ഇവൻ്റെ സ്വഭാവം അവൾ കണ്ടതിനകത്ത്, അടുത്ത കാലത്ത് കണ്ടതിനകത്ത് അടി ഇടി ഇങ്ങനെയൊക്കെയാണ് ആ കൊച്ചു പറയുന്നത്. എതിർത്താൽ എന്തും ചെയ്തു കളയും. ഇങ്ങനെയുള്ള സ്വഭാവമുള്ള കുട്ടികൾ നമ്മുടെ കോളേജുകളിൽ ഉണ്ടെന്നുള്ളത്, രാഷ്ട്രീയത്തിലുള്ള പിള്ളേർ കോളേജിൽ ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ ഗവർണറെ പോലും കോളേജ് കോമ്പൗണ്ട് കയറ്റുകൾ എന്ന് പറഞ്ഞ് നടക്കുന്ന പാർട്ടീസാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ എന്താണ് നമ്മുടെ ഭരണ സംവിധാനം എന്ന് ഓർക്കണം. അങ്ങനെ അപ്പോൾ ഈ കൊച്ച് സുഹൃത്തുക്കളോട് ചോദിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു അത് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊച്ച് ഇത് ഉപേക്ഷിച്ച് കളയുന്നു. അപ്പോൾ അവൻ്റെ അടുത്ത കെണിയാണ്, അതായത് നമുക്ക് സുഹൃത്തുക്കളാവാം. ഈ നമ്മുടെ നാട്ടിലെ കുട്ടികളെല്ലാം ശ്രദ്ധിക്കണേ, നമ്മുടെ മാതാപിതാക്കൾ ഇത് ശ്രദ്ധിക്കണേ, ഈ കുട്ടികൾ ഇത് പറഞ്ഞ് പഠിപ്പിക്കണം. നമുക്ക് സുഹൃത്തുക്കളാകാമെന്ന് പറയുന്നു. ഉടനെ സുഹൃത്തുക്കളാകാൻ തീരുമാനിച്ചു. ഒന്നാമത് ഇച്ചിരി പേടിയുണ്ടല്ലോ. അങ്ങനെ സുഹൃത്തുക്കളായി കഴിഞ്ഞപ്പോൾ സാവധാനം ഇവർ പ്രണയത്തിലേക്ക് വീഴുകയാണ് ഈ കൊച്ച്. അപ്പോൾ അവൻ്റെ ലക്ഷ്യം എന്താണോ അത് നിറവേറി. പിന്നെ ഇവൻ്റെ നിയന്ത്രണമായി എന്ന് ഓർക്കണമേ. ഇവൻ നിയന്ത്രിക്കുകയാണ് എല്ലാ കാര്യങ്ങളിലും. ആൺകുട്ടികളോട് സംസാരിക്കാൻ പാടില്ല, സ്വന്തം സഹോദരനോട് പോലും സംസാരിക്കാൻ പാടില്ല. സമയത്ത് വീട്ടിൽ വന്നു കൊള്ളണം, അതായത് സന്ധ്യയ്ക്ക് മുമ്പ് വീട്ടിലെത്തണം. ഇത് അവൻ്റെ വീട്ടുകാർക്കറിയാം എന്നും ധരിപ്പിക്കുന്നു. അവൻ ധരിപ്പിക്കുന്നു, കാരണം ഇതൊരു ഗ്രൂപ്പ് പ്രവർത്തനമാണ്. മറ്റേ കൊച്ചിൻ്റെ സോനയുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഗ്രൂപ്പ് ചേർന്നുള്ള ഒരു പ്രവർത്തന രീതിയാണിത്. അപ്പോൾ അവൻ്റെ ഉമ്മുമ്മയ്ക്കുമൊക്കെ അറിയാം. അപ്പോൾ അവർ പറയുന്നത് നീ മതം മാറി വരണം, എങ്കിലേ ഞങ്ങൾ സ്വീകരിക്കൂ, ഇല്ലെങ്കിൽ ഈ പരിപാടി നടക്കില്ല. ഇവൻ സ്നേഹമായി പോയല്ലോ. അപ്പോൾ ഇനി വരണമെങ്കിൽ മതം മാറി വരണം. പിന്നെ എന്തു സംഭവിച്ചാലും മതം മാറണം എന്നുള്ള ഒരു സംവിധാനത്തിലേക്ക് വന്നു. അതിന് പൊന്നാനിയിലൊരു സ്ഥലമുണ്ട്, അവിടെ പോയി ക്ലാസ് ഉണ്ട്, അത് കൂടിയിട്ട് മതം മാറി വരണമെന്നാണ് ഇവൻ്റെ ആവശ്യം. വീട്ടിൽ പറഞ്ഞിട്ട് കല്യാണം നടത്താമെന്ന് ഈ കൊച്ചു പറയുന്നുണ്ടെങ്കിലും അത് അവന് സ്വീകാര്യമല്ല. വീട്ടിൽ പറയേണ്ട ആവശ്യമില്ല എന്നാണ് അവൾ പറയുന്നത്. അല്ലെങ്കിൽ ഈ മതം മാറ്റം ഒന്നാമത്തെ കാര്യം. ഇല്ലെങ്കിലത്തെ രണ്ടാമത്തെ പ്രശ്നം, കഴിഞ്ഞ വർഷം ചെയ്തതുപോലെ നമുക്ക് മരിക്കണം എന്നുള്ളതാണ്. ഒന്നുകിൽ നമുക്ക് മരിക്കണം, അല്ലെങ്കിൽ നീ മതം മാറണം. ഇതിൽ 2 ചോയ്സാണ് ആ കൊച്ചിന് മുമ്പിൽ വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇവൻ പറയുന്നത് മരിക്കാനായിട്ട് മതത്തിൻ്റെ ആവശ്യമില്ല, നമുക്ക് മരിക്കാച്ചേക്കാന്ന് കൊച്ചിനോട് മരിക്കാനായിട്ടുള്ള ഒരു ഐഡിയ കൊടുക്കുകയാണ്. ഈ പയ്യൻ എപ്പോഴും ഈ കൊച്ചിനെ ചീത്ത വിളിക്കുകയാണ്. അതായത് വീട്ടിൽ വളരെ സ്വതന്ത്രമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന കൊച്ചിനെ എല്ലാ കാര്യത്തിനും തെറി വിളിക്കാൻ, പരസ്യമായിട്ട് ക്ലാസ്സിൽ വന്ന് ഇറക്കിക്കൊണ്ടുപോകും, പിന്നെ ബസ്സിൽ പിടിച്ച് ചീത്ത വിളിക്കും. ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള നിയന്ത്രണം. വസ്ത്ര നിയന്ത്രണം, ഷോൾ സ്ഥിരം ഉപയോഗിച്ച് കൊള്ളണം, മറ്റു വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, വീട്ടുകാരുടെ കൂടെ പോലും പുറത്തു പോകാൻ പാടില്ല, 6 മണിക്ക് മുമ്പ് വീട്ടിൽ തിരിച്ചു കയറിയിരിക്കണം, അതിനിടയ്ക്ക് ഒളിച്ചു പോകണം എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് അതിനിടയ്ക്ക് ഒളിച്ചോടണം എന്ന് പറയുക, വീട്ടിൽ പറയാൻ പാടില്ല. എന്നിട്ട് ഒരു ജോളിച്ചായൻ്റെ അടുത്ത് പോകണമെന്ന് പറയുന്നു. ഈ കൊച്ച് അയാളുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഈ കൊച്ച് സീക്രട്ടായിട്ട് ഈ ജോളിച്ചായൻ എന്ന് പറയുന്ന ആളിൻ്റെ പ്രൊഫൈൽ നോക്കുമ്പോഴാണ് അത് വളരെ മോശമായിട്ടൊരു വ്യക്തിയാണെന്ന് കൊച്ചിന് മനസ്സിലാകുന്നത്. അപ്പോഴാണ് മാനസാന്തരത്തിനുള്ളൊരു വഴി തുറക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. വീട്ടിൽ പറഞ്ഞാൽ കൊന്നുകളയുമെന്നാണ് ഭീഷണി. അപ്പോൾ ഇവൻ എന്തും ചെയ്തു കളയുന്നവനായതുകൊണ്ട് പിള്ളേർ പേടിച്ച് പോവുകയാണ്. നമ്മൾ സ്വതന്ത്ര ഇന്ത്യയിലെ കാര്യമായി പറയുന്നത് കേട്ടോ. നമ്മുടെ കുട്ടികൾ യാതൊരു സ്വാതന്ത്ര്യത്വമല്ല ജീവിച്ചു വരുന്നത്. നമ്മുടെ സംവിധാനം അങ്ങനെ മറിച്ചു കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവൻ പറയുകയാണ് പൈസ കിട്ടും, അതുകൊണ്ട് എനിക്ക് വലിയ ഉപയോഗമൊന്നുമില്ല എന്ന് അവൻ പറയുന്നുണ്ട്. അതിന് കൂടെ അവൻ പറയുന്നുണ്ട് നിന്നെ കൊണ്ടുപോയിട്ട് വേണം പെങ്ങളുടെ വിവാഹമൊക്കെ നടത്തി വിടാൻ, അതുപോലെ വീട് നന്നാക്കാൻ എന്ന് പറഞ്ഞാൽ ആ പണം കിട്ടിയിട്ട് വേണം ചെയ്യാമെന്നായി പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതിന് സാമ്പത്തികം കിട്ടുന്നുണ്ടെന്നുള്ളതും ഈ പറയുന്ന ഈ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഈ ദിവസം എൻ്റെ കൂടെ വരണം, ഇല്ലെങ്കിൽ സ്കൂളിൽ ഞാൻ വിളിച്ചിറക്കിക്കൊണ്ട് പോകുമെന്നാണ് ഭീഷണി. എൻ്റെ കൂടെ മറ്റു കുട്ടികളും ഉണ്ടെന്നുള്ളത് ഇവൻ്റെ ഒരു സാക്ഷ്യം. ഞാൻ പറയുന്നത് കേട്ട് നിന്നോണെന്ന് കൊച്ചിനെ ഭീതിപ്പെടുത്തുന്നു. ഞാൻ നാളെ വരും, നമുക്ക് പോയി ആ കുട്ടികൾ ചെയ്തതുപോലെ ആത്മഹത്യ ചെയ്യാം എന്ന്. അപ്പോൾ ഇതിനകത്ത് 2-3 കാര്യങ്ങളുണ്ട്. 1 മതം മാറണം, 2 ഒളിച്ചു പോകണം, 3 ആത്മഹത്യ ചെയ്യണം. അപ്പോൾ ആത്മഹത്യ ചെയ്യാൻ പോയിട്ട് പലപ്പോഴും ഇതിനു മുമ്പ് കുട്ടികൾ ആത്മഹത്യ ചെയ്ത സംഭവങ്ങളുണ്ട്. പലപ്പോഴും ഈ പെണ്ണ് മാത്രമേ ചെയ്യാറുള്ളൂ. ഇനി 2 പേരും ചെയ്താലും അവരുടെ തത്വം അനുസരിച്ച് അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ കൊച്ചു തന്നെ, ഈ സാക്ഷ്യം പറഞ്ഞ കൊച്ചു തന്നെ 3 തവണ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. അതിനായിട്ട് ഇവരെ അങ്ങ് പ്രചോദിപ്പിച്ച് മരിക്കാനായിട്ട് തയ്യാറാക്കി വിടുകയാണ്. സ്വന്തം അമ്മയ്ക്ക് പെൺകുട്ടികളുടെ കാര്യം അന്വേഷിക്കാൻ അവകാശമില്ല എന്ന് ഇവൻ ഈ കൊച്ചിനെ ധരിപ്പിച്ചു.
അതായത് ആ കൊച്ചിനെ വളർത്തിയ അമ്മയ്ക്ക് ഈ കൊച്ചിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള അവകാശമില്ല. കാരണം അതിനകത്ത് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ കൊച്ച് സാക്ഷ്യം പറയുന്നത് കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ജൂലൈ 3 വരെ വീട്ടിലുള്ള എല്ലാവരോടും കൊച്ചിന് വെറുപ്പായിരുന്നു. അങ്ങനെ ആക്കിയെടുത്തു. അതായത് ആ ഒരു സാധാരണ വീട്ടിലെ കൊച്ചാന്ന് വിചാരിക്കണം. അതിനെ ഇങ്ങനെ സ്വന്തക്കാരെ എല്ലാം വെറുക്കാനായിട്ടുള്ള ഒരു മാനസിക നിലയിലേക്ക് അതിനെ കൊണ്ടുചെന്നു. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ഈ ഖുറാൻ്റെ 9:111 അനുസരിച്ച് ഇതെല്ലാവരും പഠിക്കണം. ഖുറാൻ്റെ 9 അതിൻ്റെ ആദ്യ ഭാഗമാണ് ഞാൻ പറയുന്നത്. രണ്ടാം ഭാഗം ഇതിലും അപകടമാണ്. ക്രിസ്ത്യാനി വായിക്കുമ്പോൾ തീർച്ചയായും സത്യവിശ്വാസികളുടെ പക്കൽ നിന്ന് അവർക്ക് സ്വർഗമുണ്ടായിരിക്കുക എന്നതിന് പകരമായി അവരുടെ ദേഹങ്ങളും അവരുടെ ധനവും അല്ലാഹു വാങ്ങിയിരിക്കുന്നു. അവർ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു. അങ്ങനെ അവർ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ അവകാശികളാകുന്നു എന്ന് ബ്രാക്കറ്റിൽ മലയാളത്തിൽ അവൈലബിൾ ഖുർആനിൽ കിടക്കുന്നു. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുമ്പോഴാണ് സ്വർഗത്തിന് അവകാശികളാകുന്നത്. അപ്പോൾ ഇതൊക്കെ പഠിച്ച് തലയെ കയറ്റി വെച്ചിട്ടാണ് ഈ കുഞ്ഞുമക്കളെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊന്നുകളയുന്നത് എന്നുള്ളത് സമൂഹം ധരിക്കേണ്ട ഒരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അച്ഛൻ പറഞ്ഞ ഈ 2 കേസിലും ഈ ആൺകുട്ടികളുടെ കുടുംബങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വെൽ പ്ലാൻഡ് അല്ലേ? ഇത് വളരെ പദ്ധതിയിട്ട് ഇവർ പറഞ്ഞ് തയ്യാറാക്കുന്നതെന്ന് ഉറപ്പ്. കാരണം ഈ പെൺകുട്ടികൾ എപ്പോഴെങ്കിലും പിരിഞ്ഞു പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ ഉടനെ ഞാൻ ആത്മഹത്യ ചെയ്യും, എന്നിട്ട് ഞാൻ കുറിപ്പെഴുതി വെക്കും, അപ്പോൾ എൻ്റെ വീട്ടുകാർക്കറിയാം നീ പ്രേമത്തിലാണെന്ന്, നീ കുടുങ്ങും എന്നുള്ളതാണ് ഇവരുടെ ഭീഷണി. അപ്പോൾ ഇവർ പദ്ധതിയിട്ട് അവരെ കാണിച്ച് തയ്യാറാക്കുന്നതാണ്. ഇതിനു മുമ്പുള്ള കേസുകളിലും ഈ കാര്യങ്ങൾ നമുക്കറിയാം. മതം മാറിയാൽ മാത്രം മതിയോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും പോരാ, വീട്ടുകാരെ ഉപേക്ഷിക്കണം. അതാണ് നമ്മൾ സോനയുടെ കേസിൽ മതം മാറിയാൽ പോരാ, പൊന്നാനിയിൽ പോയിട്ട് തിരിച്ചു വന്ന് മുസ്ലിം ആയതിനു ശേഷം വീട് ഉപേക്ഷിച്ച് താമസിക്കണമെന്നാണ് ഇവർ പറഞ്ഞു പഠിപ്പിച്ചിരുന്നത്. ഇതാരാണ് എന്ന് ഞാനീ പറയുന്ന കാര്യങ്ങൾ ക്രിസ്ത്യാനി കേൾക്കേണ്ട കാര്യങ്ങളാണ്. വളരെ കൃത്യമായിട്ട് ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ വളരെ കൃത്യമായിട്ട് വിശുദ്ധ വചനം അതിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ചില ആളുകൾക്ക് ഇടയ്ക്ക് തല തെറ്റിപ്പോയതാണ്. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കുമെന്ന് ശാശ്വതമായിട്ടുള്ളൊരു വാഗ്ദാനം അല്ലെങ്കിൽ ഒരു പ്രവചനം പഴയ നിയമത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ പാലിച്ച് കിടപ്പുണ്ട്. ഈ പറയുന്ന സർപ്പത്തിൻ്റെ സന്തതികൾ അതെന്നും ഈ ഹവ്വായുടെ മക്കളെ ഇങ്ങനെ കാലിൽ പരിക്കേൽപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് മനസ്സിലാകാതെ വരുമ്പോഴാണ് മാതാപിതാക്കൾ മക്കളോട്, നമ്മുടെ സോനയുടെ കേസിലുണ്ടല്ലോ, മാതാപിതാക്കൾ മക്കളോട് പറയുന്നത് ഞങ്ങൾക്ക് മതം മാറിയും കുഴപ്പമൊന്നുമില്ല, നിൻ്റെ സന്തോഷമാണല്ലോ വലുതെന്ന് പറയുന്നത്. ആ സന്തോഷമൊന്നും ഒരു കാലത്തും ഒരു കുടുംബത്തിനും കിട്ടുകയില്ല. ഈ കേസുകളുടെ നമുക്കറിയാമല്ലോ, മാതാപിതാക്കളിൽ നിന്ന് മക്കളെ അകറ്റുക എന്നുള്ളത് ഇവരുടെ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. കാരണം അവരുടെ മതഗ്രന്ഥത്തിൻ്റെ 9:23 പറയുന്നത് സത്യവിശ്വാസികളെ നിങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും സത്യവിശ്വാസത്തേക്കാൾ സത്യനിഷേധത്തെ പ്രിയങ്കരമായി കരുതുന്നെങ്കിൽ അവരെ രക്ഷിതാക്കളായി സ്വീകരിക്കരുതെന്നാണ്. ഇവർ ഈ കെണികൾ വീണ് കഴിയുമ്പോൾ പിന്നെ ഇവരുടെ മാതാപിതാക്കളെ രക്ഷിതാക്കളായിട്ട് സ്വീകരിക്കാൻ അവർക്ക് മാർഗമില്ലാതെ വരുന്നു. അതുകൊണ്ട് മക്കൾ ഉപേക്ഷിച്ച് പോകുന്നു. അതിനവരെ പ്രചോദിപ്പിക്കുന്നു. അല്ലെങ്കിൽ 58:22 ഖുറാൻ്റെത് ഇങ്ങനെയുള്ള വിശ്വാസികൾ ഈ മാതാപിതാക്കളായാലും ആരായാലും അള്ളാഹുവിനെ സ്വീകരിക്കാത്തവരുമായിട്ട് ബന്ധം പുലർത്തുകയില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവരുടെ തലയിൽ അടിച്ചേൽപ്പിച്ച് ഇവരെ ബ്രെയിൻ വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനെക്കുറിച്ചൊന്നും പിടിയില്ലാത്ത മക്കൾ ഈ വഴി തെറ്റി തിരിഞ്ഞു പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവരുടെ ജീവിതം അവസാനിക്കുന്നു, ഇവിടെയും അവസാനിക്കുന്നു, വരാനിരിക്കുന്ന ലോകത്തെ അവസാനിക്കുന്നു. പിന്നെ എനിക്ക് പറയാനായിട്ടുള്ളത്, മക്കൾ അവരുടെ സന്തോഷമാണ് വലുത്, അതുകൊണ്ട് അവർ മതം മാറുന്നത് കുഴപ്പമില്ല എന്ന് പറയുന്ന ആളുകളെ നമുക്ക് അത് ക്രിസ്ത്യാനികളാണെന്ന് പറയാനായിട്ട് അല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. അവർക്ക് ആ വിധത്തിലുള്ള ഒരു കാഴ്ചപ്പാട്, ക്രിസ്തു ഏകരക്ഷകനാണ് എന്നുള്ള കാഴ്ചപ്പാട് ക്രിസ്തീയ കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കണം. ജനിപ്പിച്ച് വളർത്തിയ മാതാപിതാക്കളെ അവരിൽ നിന്ന് പറിച്ചെടുക്കുക. കാരണം ദൈവം മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അവരിൽ നിന്ന് പറിച്ചെടുക്കണം എന്ന് പറയുന്നത് സാത്താൻ്റെ ജോലിയാണ്. പക്ഷേ കുറച്ച് നാളുകളായിട്ട് നിരവധി കേസുകൾ ഈ ലവ് ജിഹാദിൻ്റെ പേരിൽ പൊങ്ങി വരുന്നുണ്ട്. എന്നിട്ടും എന്തേ നമ്മുടെ യുവജനങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല? ഇവിടെ 2 കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്.
ഇന്നത്തെ കുട്ടികളെ മാതാപിതാക്കൾ വളരെ കൊഞ്ചിച്ചൊക്കെ വളർത്താറുണ്ട്, അവരെ സ്നേഹിച്ച് വളർത്താറുണ്ട്, അങ്ങനെ കൊണ്ടു നടക്കുന്നു. പക്ഷേ ഈ കുട്ടികൾ വാസ്തവത്തിൽ ചെറുപ്പം മുതൽ ഈ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്, അത് കാണുന്നുണ്ട്. അവർ കാണുന്നത് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമാണ്. അങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കണ്ട് പോകുന്ന കുട്ടികൾ ഒരിക്കലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഇങ്ങനെയുള്ള ചർച്ചകളും കാര്യങ്ങളൊന്നും കാണാറില്ല. അവർ വിവരങ്ങൾ കാര്യമായിട്ട് അറിയാറില്ല എന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കുട്ടികൾ യൗവനത്തിലോട്ട് കടക്കുന്നതോടുകൂടി അവർക്ക് ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഒത്തിരി ന്യൂറോ കെമിക്കൽസും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളെല്ലാം ദൈവം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവരുടെ സ്വഭാവത്തിൽ. നമ്മൾ ഈ ഡോപ്പമിനോ, സെറോട്ടോണിനോ, എൻഡോഫിനോ, ഓക്സിറ്റോസിനോ ഇങ്ങനെയുള്ള കുറേ അധികം ന്യൂറോ കെമിക്കൽസ് മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ട്. അത് മനുഷ്യൻ്റെ സ്വഭാവത്തെ നിയന്ത്രിക്കും പലപ്പോഴും. കാരണം നമുക്കറിയാം എല്ലാ കാര്യങ്ങളും നമ്മുടെ നിയന്ത്രണത്തിലല്ല. ഇപ്പോൾ കള്ളു കുടിച്ച് പോയ ഒരാളാണെങ്കിൽ അയാളുടെ സ്വഭാവം അയാൾ പിടിച്ചിട്ട് നിൽക്കുകയില്ല. ഈ ന്യൂറോ കെമിക്കൽസ് വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ഒരു മാതൃത്വം ഉദാഹരണം, മാതൃത്വം എന്ന് പറയുന്നത് ഒരു കെമിക്കൽ വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് അമ്മയ്ക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തൊരു വികാരമുണ്ട്, അമ്മത്വം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ശക്തമായിട്ടൊരു വികാരമാണ് പ്രേമം എന്ന് പറയുന്നത്. അതായത് യൗവനത്തിൽ പരസ്പരം ആകർഷണം തോന്നാനും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാനും ദൈവം കൊടുത്തിരിക്കുന്ന ദാനമാണ്. അതുകൊണ്ട് ബൈബിൾ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് അതിൻ്റെ ശക്തിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഉത്തമഗീതത്തിൻ്റെ 8:6 വായിക്കുകയാണെങ്കിൽ, പ്രേമം മരണത്തെ പോലെ ശക്തമാണ്, അസൂയ ശവക്കുഴി പോലെ ക്രൂരമാണ്, അതിൻ്റെ ജ്വാലകൾ തീജ്വാലകളാണ്, അതിശക്തമായ തീജ്വാല, ജലസഞ്ചയങ്ങൾക്ക് പോലും പ്രേമാഗ്നി കെടുത്താനാവില്ല എന്ന് വളരെ ശക്തമായിട്ട് ഈ പ്രേമത്തെക്കുറിച്ച് ഉത്തമഗീതം വളരെ ദീർഘമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ ദൈവദാനത്തെയാണ് ഈ ദൈവത്തിൻ്റെ ശത്രുവായ ഈ സാത്താൻ ദുരുപയോഗിക്കുന്നത്. അപ്പോൾ ഈ കുട്ടികൾക്ക് ഇങ്ങനെ പ്രേമം ഇട്ട് കൊടുക്കുക, അവരാദ്യം പരിചയപ്പെടാം, സുഹൃത്തുക്കളാവാം, അത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പ്രേമത്തിലേക്ക് തള്ളിയിടുക. എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ നടന്നു പോകണം, മതം മാറിക്കോണം, അല്ലെങ്കിൽ രക്ഷയില്ല എന്നൊക്കെ അവരെ ധരിപ്പിക്കുക. ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ശത്രു വിരിക്കുന്ന കെണിയാണെന്ന് മനസ്സിലാകാത്ത ആളുകളാണ് സാധാരണഗതിയിൽ ആ മതം മാറിയ കുഴപ്പമൊന്നുമില്ല, ഏത് മതമായാലും നമ്മളിലേക്ക് ജീവിച്ചാൽ പോരെന്നൊക്കെ പറയുന്നത്. ഇവിടെ പിന്നിലൊരു ശത്രു ഇരിപ്പുണ്ടെന്നുള്ള കാര്യം ഇവർക്ക് പൊതുവേ അറിഞ്ഞുകൂടെ. കാരണം അങ്ങനെയായിരിക്കും ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കൾ പോലും വഴക്ക് പറയാത്ത കുട്ടികളെയാണ് ഈ റോട്ടിലിട്ട് തല്ലുകയും പരസ്യമായിട്ട് അപമാനിക്കുകയും ചെയ്യുന്നത് ഓർമ്മയുണ്ടാവണം. ആ കുട്ടികളാണ് പോയി അവസാനം ഗത്യന്തരമില്ലാതെ ആത്മഹത്യ ചെയ്യുന്നതും. ആത്മഹത്യ ചെയ്യണമെങ്കിൽ എത്രമാത്രം മാനസിക പീഡനങ്ങൾക്ക് വിധേയരായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് ഓർക്കേണ്ടതാണ്. അച്ഛാ, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെ പറഞ്ഞാലും, വിക്ടിം കരഞ്ഞു പറഞ്ഞാലും, ഇത് ലവ് ജിഹാദ് ആണെന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. അതിന് തെളിവുകളില്ല. അതല്ലേ ഇന്നത്തെ ഈ കേരളത്തിലെ ഇപ്പോൾ നടക്കുന്ന സത്യങ്ങൾ. ഇതാണ് നേരത്തെ സൂചിപ്പിച്ചത്. ഇനി നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. 2009 ഡിസംബർ 9 ജസ്റ്റിസ് KT ശങ്കരൻ്റെ ഒരു വിധി വളരെ വിശദമായിട്ട് 2 പെൺകുട്ടികളുടെ, ഒരു ക്രിസ്ത്യൻ ഒരു ഹിന്ദു പെൺകുട്ടികളുടെ ആ കേസ് മുഴുവനും പഠിച്ചിട്ട് വിശദമായിട്ട് ഈ പെൺകുട്ടികളെ എങ്ങനെയാണ് ചതിച്ച് പൊന്നാനിയെ കൊണ്ടുപോയി രാത്രി വിവാഹം നടത്തിയിട്ട് കോടതി ഹാജരാക്കുകയും എന്നിട്ട് ആ കുട്ടികളെ ഈ മനുഷ്യന്മാർ ആ രാത്രിയിൽ അതിക്രൂരമായി പീഡിപ്പിച്ചത് കാര്യമൊക്കെ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി അതിനകത്ത് ജഡ്ജി പറയുന്നുണ്ട്, നിരീക്ഷണം, സ്നേഹം നടിക്കാനായി മുസ്ലിം യുവാക്കൾ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അതിൻ്റെ ആ ജഡ്ജ്മെൻറ്റിൻ്റെ 16ാമത്തെ ഖണ്ഡികയിൽ പറഞ്ഞിട്ടുമുണ്ട്. ഇതൊക്കെ ആണെങ്കിലും ലവ് ജിഹാദ് ഇല്ല എന്ന് പറയും. ലവ് ജിഹാദ് ഇല്ല എന്ന് പറയാനായിട്ട് നമ്മുടെ രാഷ്ട്രീയക്കാരെ ശ്രദ്ധിക്കണം. ഇങ്ങനെ പറയുന്ന ആളുകളെ നിങ്ങളുടെ മക്കളെ വിൽക്കാനായിട്ട് വോട്ട് മേടിച്ച് നടക്കുന്നവരാണ്. ലവ് ജിഹാദ് ഇല്ലെന്ന് പറയാനായിട്ട് തെളിവായിട്ട് പറയുന്നത് 2020 ബെന്നി ബെഹനാൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് ആഭ്യന്തരമന്ത്രി കിഷൻ റെഡ്ഡി അതിന് തെളിവില്ല എന്ന് പറഞ്ഞു എന്നാണ് അവതരിപ്പിക്കുന്നത്. എന്നാൽ 2 വർഷം മുമ്പ് ധനമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമൻ കേരളത്തിലുള്ള ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾ ലവ് ജിഹാദിന് ഇരയാണെന്ന് പറഞ്ഞത് അവരങ്ങ് മുക്കിക്കളയും. അല്ലെങ്കിൽ മുൻ DGP ആയിട്ടുള്ള TP സെൻകുമാർ ലവ് ജിഹാദ് ഇല്ലെന്ന് പറയരുതെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ മുക്കും. ഇങ്ങനെ പറയുന്നതിന് അവരുടേതായ ലക്ഷ്യങ്ങളുണ്ട്. അവർക്ക് അവരുടെ സീറ്റാണ് പ്രധാനപ്പെട്ടത്, അവരുടെ മക്കൾ പോലും പ്രധാനപ്പെട്ടതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അച്ഛാ, ഇപ്പോൾ ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഇസ്ലാമോഫോബിയ ആക്കി മാറ്റുകയാണ് എന്നാണ് അച്ഛൻ്റെ അഭിപ്രായം. ഇതാണ് അതിൻ്റെ കാര്യം. ഇസ്ലാമോഫോബിയ എന്നൊരു വാക്ക് കൊണ്ടുവന്നിട്ട് ഇരുട്ടുകൊണ്ട് ഓട്ടം അടയ്ക്കാനുള്ളൊരു പരിശ്രമം നടക്കുന്നത്. ഈ പറയുന്ന സോനയുടെ അമ്മ പറയുന്നതിലുള്ള ഭീതി ഒന്ന് കാണുക. അവർ പറഞ്ഞത് ഞാൻ കേട്ടത്, ഈ സാക്ഷിമൊഴി കൊടുക്കാൻ പോയ കൊച്ചിനും ഒന്നും അവരുടെ മകൾക്കും ഒന്നും പറ്റരുത് എന്നാണ് പറയുന്നത്. കാരണം പേടിയാണ്.
അതിനെയാണ് ഇവർ ഇസ്ലാമോഫോബിയ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ ഈ ഈ ഈ ക്രൂരന്മാരായ തീവ്രവാദികളായിട്ടുള്ള ആൺകുട്ടികളെ പേടിച്ച് നമ്മുടെ ഈ നാട്ടിൽ കൂടെ നടക്കുന്നതിനെയാണ് ഇസ്ലാമോഫോബിയ എന്ന് ഇവർ വിളിക്കുന്നത്. അത് ഈ കാര്യങ്ങളെല്ലാം ഇരുട്ട് കൊണ്ട് ഓട്ടയടയ്ക്കാനായിട്ടുള്ള രാഷ്ട്രീയക്കാരുടെ ഒരു തന്ത്രമായിട്ട് വായിച്ചെടുക്കണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഈ ഇസ്ലാമോഫോബിയ എന്ന് എപ്പോഴെങ്കിലും പറയുന്ന രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ അവരെ സൂക്ഷിച്ചിരിക്കണം, അവരെ നമ്മൾ ശ്രദ്ധിക്കണം. അച്ഛൻ്റെ അഭിപ്രായത്തിൽ എന്താണ് ഇതിനൊക്കെ ഒരു പരിഹാരം? ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ കുട്ടികൾ ചെറുപ്പം മുതൽ മീഡിയ കണ്ട് വളരുന്നതാണ്. നമ്മുടെ ലോകത്തുള്ള എല്ലാ കുട്ടികളും മീഡിയ ജനറേഷനാണ്, അവരുടെ ഭാഷ മീഡിയയാണ്. അപ്പോൾ അവരോട് സംസാരിക്കുന്ന നമ്മൾ മീഡിയയിലൂടെ സാധാരണ സംസാരിക്കണം, അതേ അവർക്ക് മനസ്സിലാകുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ കുട്ടികൾ ചെറുപ്പം മുതൽ മീഡിയയിൽ പോകുന്നതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ കാണാറുള്ളൂ. മറ്റ് ഇത് ആവശ്യമാണ് നമ്മൾ പറയുന്നത് അവർ കാണാറില്ല. നമ്മുടെ നാട്ടിൽ ജനറൽ നോളജുള്ള ഒരു കാര്യം നമ്മുടെ കുട്ടികൾക്ക് അറിഞ്ഞുകൂടാ. അത് നമ്മുടെ കുട്ടികളെ ഒന്ന് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ. ഇവരെ സ്വാധീനിക്കുന്ന ഈ മീഡിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മീഡിയ എന്ന് പറയുന്നത് സിനിമയാണ്. ഈ നമ്മുടെ നാട്ടിലെ സിനിമകൾ ഈ ജിഹാദികൾ നന്നായിട്ട് സംവിധാനങ്ങൾ മുഴുവൻ അധിക്ഷേപിക്കാനായിട്ട് ഉപയോഗിക്കുന്നുമുണ്ട്. അത് അങ്ങനെ നടക്കുമ്പോൾ ഇവരെ സ്വാധീനിക്കാനായിട്ടുള്ള, ഇവരെ കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല മീഡിയ എന്ന് പറയുന്നത് സിനിമയാണ്. അത് ഈ ആളുകൾക്കൊക്കെ അറിയാം. അപ്പോൾ നമ്മുടെ കുട്ടികളെ ഇതിനെക്കുറിച്ച് ബോധവൽക്കരിക്കാനാണ് ഇവിടെ ഒരു സിനിമ വന്നത് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ കേരള സ്റ്റോറി 2018 എന്ന് പറയുന്നത്. അത് സിനിമയിലൂടെ കുട്ടികളെ ഒരു അല്പമെങ്കിലും, അതായത് ഒത്തിരി ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്പമെങ്കിലും ബോധവൽക്കരിക്കാൻ കഴിയുമായിരുന്നു. കാരണം അതിനകത്ത് കേസുകളാണ് ഡ്രമാറ്റൈസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞപ്പോൾ ഇവിടെ എന്തൊരു ബഹളമായിരുന്നു നമ്മുടെ രാഷ്ട്രീയക്കാർ. ഇവരെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്, ഈ രാഷ്ട്രീയക്കാരെ. ഇവിടെ ഇത് കാണിക്കാൻ പാടില്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിവിടെ എത്ര മാതാപിതാക്കൾ, പെൺകുട്ടികളുടെ മാതാപിതാക്കൾ ഇത് കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ചോദ്യം. അത് ഒരിക്കലെങ്കിലും ഒന്ന് കണ്ടിരുന്നു, അവർ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കാൻ അല്പമെങ്കിലും ഒന്ന് ഒഴിഞ്ഞു മാറാനുള്ള അവസരം ഉണ്ടാകുമായിരുന്നല്ലോ. പക്ഷേ നമ്മുടെ രാഷ്ട്രീയക്കാർ അതിനെതിരാണ്. നമ്മുടെ തിയേറ്ററുകൾ, ഇവിടെയുള്ള തിയേറ്ററുകളൊക്കെ ഈ യുവജനങ്ങളുടെ കാശ് കൊണ്ട് ജീവിക്കുന്നവരാണ് വാസ്തവത്തിൽ. പക്ഷേ എത്ര തിയേറ്ററുകൾ കേരളത്തിൽ ഇത് പബ്ലിഷ് ചെയ്തു? ഇവർ ഇത് ആളുകളെ കാണിച്ചു. അപ്പോൾ ഇത് ജിഹാദികൾ മാത്രമല്ല, അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന കുറേ ആളുകളും അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന കുറേ ആളുകളും നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഭീകരമായിട്ടുള്ളൊരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ കുട്ടികൾക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാനുള്ള അവസരം, സാഹചര്യം നഷ്ടമായി. ഇങ്ങനെയുള്ള ഈ സംവിധാനത്തിൽ നിന്ന് ആര് രക്ഷിക്കും എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം.